എല്ലാവർക്കും കിഡ്സ് വേൾഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇലകൊണ്ട് ഉണ്ടാക്കിയ ചില ജീവികൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഹായ്, ഇങ്ങോട്ട് നോക്കൂ. മീൻ, ആന, ഉറുമ്പ്, പൂമ്പാറ്റ, ആമ, പാമ്പ്, പിന്നെ ഒരു മോഡൽ മീന്. ഇതെല്ലാം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു മീനാണ്. മീനിന്റെ മെയിൻ ഭാഗമാണത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചിറകായിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ്. പിന്നെ ഇതിന് വാലും ആയിട്ട് ഇതാണ്. ഈ 4 ഇല നമ്മുടെ ചെമ്പരത്തിൻ്റെ ഇലയും, പിന്നെ ഇത് ഈനാമ്പഴം എന്ന ഫ്രൂട്ടിൻ്റെ ഇലയാണ്. പിന്നെ നമ്മൾ ഇതിന് തലഭാഗം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബദാമിൻ്റെ ഇലയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ കണ്ണായിട്ട് നമ്മളൊരു പരിപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ കണ്ണും കൂടി വെക്കാണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ റെഡി. നമ്മുടെ രണ്ടാമത്തെ മീൻ. ഇത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മീനാണ്. അത് നമ്മുടെ മുറ്റത്തൊക്കെ വെറുതെ ഉണ്ടാകുന്ന ഒരു തരം ചെടിയുടെ ഇലയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വളരെയധികം സിമ്പിളായിട്ട് നമുക്ക് മീൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. ഇതിന് നമുക്ക് ചിറക് വാലൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഒരു കണ്ണ് മാത്രം വെച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് മീൻ ഏത് ഇല വെച്ചിട്ടും ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ മുറ്റത്തുള്ള ഏത് ഇല വെച്ചിട്ടും നമുക്ക് ഈ ഇങ്ങനത്തെ മീനിനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പപ്പടമുള്ളൻ്റെ ഒക്കെ പോലെയാണ് ഈ മീനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ മീനും റെഡി. അടുത്തതായിട്ട് നമ്മളൊരു ആനയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊടിയെണ്ണിൻ്റെ ഇലയാണ്. അപ്പോൾ നമ്മൾ ഉമ്മമാരൊക്കെ പൂവാടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് പൂവാട ഉണ്ടാക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയൊക്കെ ചെയ്യുന്ന ആ ഇലയാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആന ഉണ്ടാക്കാം. അപ്പോൾ ആനൻ്റെ കൊമ്പായിട്ട് നമ്മൾ ഈ ഇതുപോലത്തെ ഒരു ഇലയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ മുറ്റത്തുള്ളൊരു തരം ഇലയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ കുട്ടിക്കൊമ്പൻ ഇവിടെ റെഡി. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആമയാണ്. ആമയെ ഉണ്ടാക്കാൻ ഞാനിവിടെ പ്ലാവിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നമ്മുടെ ആമയ്ക്ക് ആവശ്യമായ കാലുകൾ, അതുപോലെ വാൽ, തല, ഇവയെല്ലാം ഞാൻ ആനയ്ക്ക് കൊമ്പുണ്ടാക്കാൻ യൂസ് ചെയ്ത ഇല കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആമയുടെ റെഡി. ആമയ്ക്ക് നമുക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ വെച്ച് കൊടുക്കാം. ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി വരുത്തിയിട്ടാണ് ഇത് മാർക്ക് ചെയ്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പം ഇങ്ങനെ കേട്ടോ ഞാൻ ചെയ്തത്. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു പൂമ്പാറ്റയാണ്. അപ്പോൾ പൂമ്പാറ്റയ്ക്ക് ഞാൻ ഇവിടെ നമ്മൾ നേരത്തെ ആമയൊക്കെ ഉണ്ടാക്കാൻ കാലും അതിനൊക്കെ യൂസ് ചെയ്ത ഇല കൊണ്ടാണ് ഇതിൻ്റെ ആ മേൽഭാഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചെമ്പരത്തിൻ്റെ അവിടെ ആ മേലെ ഇങ്ങനെ പൊന്തിക്കുന്ന ആ സാധനമാണ് കേട്ടോ. ഇത് രണ്ടും ഇത് ഞാൻ നേരത്തെ തന്നെ ഒട്ടിച്ചതാണ്. പിന്നെ ഇത് ചെമ്പരത്തിൻ്റെ ഇലയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ പൂമ്പാറ്റ ഉണ്ടാക്കാൻ പോകുന്നത്.
അപ്പോൾ ഇത് രണ്ടും ഒരേ വലുപ്പത്തിലുള്ള ഇലയാണ്, ഇതും ഒരേ വലുപ്പത്തിലുള്ള ഇലയാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മൾ പൂമ്പാറ്റ ഉണ്ടാക്കാൻ ഇല എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ പൂമ്പാറ്റ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ 2 കുത്തിട്ട് എടുക്കുന്നുണ്ട് കണ്ണിന് പകരമായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂമ്പാറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഉറുമ്പിനെയാണ് കേട്ടോ. അപ്പോൾ ഉറുമ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാദാമിലയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഉറുമ്പിൻ്റെ തലഭാഗത്ത് ഞാൻ ചെമ്പരത്തി പൂവിൻ്റെ മേലത്തെ ആ കൊമ്പ് പോലത്തെ സാധനമാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ തന്നെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് പശ ഒട്ടിക്കാം. ഞാൻ ഉറുമ്പിനെ സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഇതിന് കാലും കൂടിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന് കണ്ണായിട്ട് ഇവിടെ അങ്ങനെ ഒരു കുത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉറുമ്പിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഉണ്ടാക്കാൻ പോണത് ഒരു പാമ്പിനെയാണ്. അപ്പോൾ പാമ്പിനെ ഞാൻ ചേമ്പിൻ്റെ നിന്ന് മുറിച്ചെടുത്തത് കേട്ടോ ഈ ഷേപ്പ്. ഇനി നമ്മുടെ പരിപ്പോടി വെച്ച് കൊടുത്താൽ നമ്മുടെ പാമ്പ് റെഡിയാകും. നമുക്ക് പാമ്പിൻ്റെ ഒരു വായായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാമ്പുകൾ റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.